പാലക്കാട് നിന്നും സഹചാരി ടൂർസ് ആൻഡ് ട്രാവൽസ് സംഘടിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ ടൂറിന് വേണ്ടിയിട്ടാണ് 23 സഹയാത്രികർക്കൊപ്പം ഇന്ന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് കോട്ടയിൽ നിന്നും ആരംഭിച്ച യാത്ര ഏതാണ്ട് രാവിലെ 9 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റിനായി നിർത്തുകയും അവിടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം യാത്ര തുടരുകയുമാണ്. അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റിനോടനുബന്ധിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളുടെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ചുള്ള കേക്ക് കട്ട് ചെയ്യുകയും അവരുടെ സന്തോഷം അവർ നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. 45ാം വിവാഹ വാർഷികം ആണ് എന്നതാണ് എല്ലാവരും ഒത്തിരിയേറെ സ്നേഹത്തോടെ ആഘോഷിക്കാനുണ്ടായ ഒരു പ്രധാന കാരണവും. ആ ദമ്പതികളെ എല്ലാവരും സ്നേഹത്തോടെ മംഗളങ്ങൾ നേരുകയും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയും ചെയ്തതിന് ശേഷം സഹചാരി ഒരുക്കിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം യാത്ര തുടരുകയുമാണ്. ഇത്രയും നല്ല അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും ഇത്രയും നല്ല ഭക്ഷണം ഒരുക്കാനും സഹചാരി ടൂർസ് ആൻഡ് ട്രാവൽസിന് മാത്രമേ കഴിയൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ നിന്നും പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ലക്ഷ്യമാക്കി ഉള്ള യാത്ര തുടരുകയാണ്. പാലക്കാട് നിന്നും തമിഴ്നാടിനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയും അവിടെ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് കടന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ യാത്രയുടെ റൂട്ട് മാപ്പ്. അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിനുള്ളിൽ എത്തിച്ചേർന്ന യാത്രാ സംഘത്തിലെ ആൾക്കാർ ഇവിടെ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ സൗകര്യങ്ങളും ഒക്കെ നടന്ന് കാണുകയാണ് ഒത്തിരിയേറെ അത്ഭുതത്തോടെ. പ്രകൃതിയോട് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. ഘോരവനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി മനോഹരമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രകൃതിയോട് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഓരോ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയോ പ്രകൃതിയെ ഏതെങ്കിലും വിധത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതെ പ്രകൃതിയോടും പ്രകൃതി ഭംഗിയോടും ഏറ്റവും അടുത്ത രീതിയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഇവിടെയുള്ള ഓരോ നിർമ്മിതികളും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാനിവിടെ കാണുന്നത്. പ്രകൃതിയോടെ ഇണങ്ങിച്ചേരുന്ന കളർ സ്കീമാണ് ഇവിടെ ഉള്ള ഓരോ നിർമ്മിതിക്കും വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വന്യജീവി സങ്കേതമാണ്, ടൂറിസ്റ്റ് സെൻ്ററാണ് എന്നൊക്കെ പറയുമ്പോഴും യാതൊരു വിധത്തിലും കാടിനെ ഹനിക്കാത്ത രീതിയിലാണ് ഇവിടെയുള്ള ഓരോ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഏതാണ്ട് 12 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ആദ്യം ഇവിടെയുള്ള ബാംബോ റാഫ്റ്റിങ്ങിനായി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തു. മുള കൊണ്ട് നിർമ്മിച്ച ചെങ്ങാടത്തിൽ കുറേയേറെ ദൂരം സഞ്ചരിക്കുക എന്നതാണ് ഈ ബാംബോ റാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ബാംബോ റാഫ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ മറ്റൊരു ഡെസ്റ്റിനേഷനിലെത്തുകയും അവിടെ നിന്ന് എല്ലാവരും ചായയൊക്കെ കുടിച്ച് തങ്ങളുടെ യാത്ര തുടരുകയുമാണ്. വഴിയോരത്ത് ധാരാളമായി നടക്കുന്ന പന്നിക്കൂട്ടങ്ങളെയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുക. ഒത്തിരിയേറെ പന്നിക്കൂട്ടങ്ങളെയും വന്യജീവികളെയും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരിടം കൂടിയാണ് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അവിടെ നിന്നും ഇപ്പോൾ തുണക്കടവ്
എന്ന് പറയുന്ന ഒരു അണക്കെട്ടിലെത്തുകയും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുകയും അവിടെ നിന്നും ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുത്ത് ഈ അണക്കെട്ടിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്നും യാത്ര തിരിച്ച് പറമ്പിക്കുളം അണക്കെട്ടും കണ്ട് അവിടെ നിന്നും ഫോട്ടോയും എടുത്ത് അവിടുത്തെ അണക്കെട്ടിൻ്റെ മനോഹര ദൃശ്യങ്ങളൊക്കെ ക്യാമറയും വീഡിയോയും ഒക്കെ പകർത്തിയതിന് ശേഷം അവിടെ നിന്നും യാത്ര തുടരുകയാണ്. ഇപ്പോൾ നാം ലക്ഷ്യമിടുന്നത് പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങളെ കാണുകയും ഇന്നത്തെ അവസാന യാത്രാ ലക്ഷ്യമായ കന്നിമാര തേക്ക് കാണുകയുമാണ്. പറമ്പിക്കുളത്തെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കന്നിമാര തേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ധാരാളം വന്യമൃഗങ്ങളെയും ഇവിടെ മാത്രം കാണുന്ന കരിങ്കുരങ്ങിനെയും അതുപോലെ തന്നെ അനധിദൂരത്തിൽ മേയുന്ന കാട്ടിയെയും ഒക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. പടുകൂറ്റൻ കാട്ടികൾ സ്വച്ഛന്തമായി വിഹരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒത്തിരിയേറെ കാട്ടികൾ കൂട്ടമായി ഇവിടെ മേയുന്നു. അത് കാണുക തന്നെ ഒരു അപൂർവ ദൃശ്യമാണ്. അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറേയേറെ പുള്ളിമാനുകൾ റോഡിനരികിൽ കൂട്ടമായി നിന്ന് മേയുകയാണ്. നാം സഞ്ചരിക്കുന്ന ബസ്സിനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ ഈ ബസ്സിനെ കുറേ നേരം നോക്കി നിന്നതിന് ശേഷം അവർ തങ്ങളുടെ മേച്ചിൽ തുടരുകയാണ്, യാതൊരു സങ്കോചവുമോ പേടിയോ ഇല്ലാതെ. അങ്ങനെ കുറേയേറെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇരുട്ടുകയും ഇരുട്ടിലൂടെ വണ്ടി മുന്നോട്ട് കന്നിമാര തേക്കിനെ ലക്ഷ്യമാക്കി നീങ്ങുകയുമാണ്. ഇങ്ങനെ നാം ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാട്ടുപോത്തിനെയാണ് ഇപ്പോൾ നാം കാണുന്നത്. യാതൊരു പേടിയോ കൂസലോ ഒന്നുമില്ലാതെ നമ്മുടെ വാഹനത്തെ നോക്കി നിൽക്കുന്ന കാട്ടുപോത്തിനെ രാത്രിയുടെ വെട്ടത്തിൽ, സെർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണുക എന്നത് തന്നെ ഒരത്ഭുതമാണ്. കുറേ നേരം ഈ കാട്ടുപോത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയും അതിനെ വീഡിയോയായും ഫോട്ടോയായും ഒക്കെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കൂറ്റൻ കാട്ടുപോത്ത് റോഡിന് കുറുകെ കടന്നു പോകുന്നത്. അങ്ങനെ അതിനെയൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ കന്നിമാര തേക്കിൻ്റെ അടുത്തേക്ക് എത്തുകയും രാത്രിയാണെങ്കിൽ കൂടി ബസ്സിൻ്റെ വെളിച്ചത്തിൽ കന്നിമാര തേക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം രാത്രി വിശ്രമത്തിന് ശേഷം അതിരാവിലെ എഴുന്നേറ്റ് മനോഹരമായ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം എല്ലാവരും ചെറിയൊരു ട്രെക്കിങ്ങിനായി തങ്ങളുടെ യാത്ര പുറപ്പെടുകയാണ്. ഇങ്ങനെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാം എങ്ങനെയാണ് യാത്ര നടത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം വന്യമൃഗങ്ങളെയാണ് ഇവിടെ കാണാൻ സാധ്യത, ഏതെല്ലാം തരം പക്ഷികളാണ് ഇവിടെയുള്ളത് എന്നിങ്ങനെ ഉള്ള എല്ലാ വിശദമായ വിവരങ്ങളും ഈ നമ്മുടെ ട്രെക്കിംഗ് യാത്ര നയിക്കുന്ന ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് നമ്മോട് പറഞ്ഞു തരികയാണ്. എല്ലാവരും സസൂക്ഷ്മം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ട്രെക്കിംഗ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും സ്വെറ്ററും മറ്റ് തൊപ്പികളും ഒക്കെ ധരിച്ചാണ് ഈ ട്രെക്കിങ്ങിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ നാം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ടൂർ ഗൈഡായ ഈ ഫോറസ്റ്റ് ഗാർഡ് തനിക്കുണ്ടായ അതിഭീകരമായ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. കടുവ അറ്റാക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ ദേഹമഹാസകലം ഏതാണ്ട് 97 മുറിവുകളാണ് ഉള്ളതെന്ന് അദ്ദേഹം പറയുമ്പോൾ ആണ് നമുക്ക് ആ കടുവ അറ്റാക്കിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഇപ്പോൾ നാം നമ്മുടെ ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ട്രെക്കിംഗ്
ഗ്രൂപ്പിൽ തലക്കെട്ടും കയ്യിൽ വടിയും ഒക്കെ പിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ ഗോത്രമുഖനൊന്നുമല്ല. നമ്മുടെ ടൂർ കോർഡിനേറ്ററിൽ ഒരാളായ വിഷ്ണുവാണ്. എല്ലാവർക്കും ഒപ്പം ടൂർ ഗൈഡിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ നാം ട്രെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ പറമ്പിക്കുളം ടൈഗർ റിസർവിനുള്ളിലൂടെയാണ് ഇപ്പോൾ നാം ട്രെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പക്ഷികളുടെ കളകൂജനവും പ്രഭാതത്തിലെ അതിശൈത്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് ലഭിക്കുക. കാരണം ഒത്തിരിയേറെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നമുക്കായി ഒരുക്കുന്നത്. നോക്കത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ട്രക്കിംഗ് പാതയിലൂടെ ഇപ്പോൾ നാം മുന്നോട്ട് നിരനിരയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പക്ഷികളുടെ കളകൂജനങ്ങളാണ് ഇപ്പോൾ നമുക്ക് എന്നും കേൾക്കാൻ ഇടയാകുന്നത്. പോകുന്ന വഴിയിൽ മറ്റ് വന്യജീവികളുടെ അടയാളങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. കടുവയും ആനയും ഒക്കെ കഴിഞ്ഞ രാത്രിയിൽ ഇതിലെ സഞ്ചരിച്ചതിൻ്റെ വ്യക്തമായ പല മാർക്കുകളും നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ യാത്രാ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും പ്രായഭേദമന്യേ ഈ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ നാം നീങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ശുദ്ധവായുവാണ് ഏറ്റവും നമുക്ക് എനർജി തരുന്നതും ഈ യാത്ര അനായാസം മുന്നോട്ട് പോകുവാനുള്ള ഊർജം നമുക്ക് നൽകുന്നതും. അത്രയേറെ മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും, അതുപോലെ തന്നെ ഇവിടുത്തെ ശുദ്ധവായുവും. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെങ്കിൽ പശ്ചാത്തല സംഗീതം എന്നതുപോലെയാണ് പക്ഷികളുടെ കളകൂജനം നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുക. ഉദയ സൂര്യൻ്റെ അതിമനോഹരമായ രശ്മികളാണ് നമ്മെ തേടിയെത്തുന്നത്. ഇങ്ങനെ നാം ട്രെക്കിംഗ് ചെയ്ത് ഒരു പാറക്കൂട്ടത്തിന് മുകളിലെത്തുമ്പോൾ ഗൈഡ് നമുക്ക് ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ തരികയുണ്ടായി. എല്ലാവരും ഈ പാറക്കൂട്ടത്തിന് മുകളിൽ നിന്ന് അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഇവിടെ ഒരു 15 മിനിറ്റ് നിശബ്ദതയിൽ ഇരുന്ന് ധ്യാന നിരതരായതിനു ശേഷം വേണം നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അങ്ങനെ ഈ പാറക്കൂട്ടത്തിന് മുകളിലേക്ക് എത്തിയ യാത്രാ സംഘത്തിലെ എല്ലാവരും അല്പം റെസ്റ്റ് എടുക്കുകയും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുകയും ചെയ്യുകയാണിപ്പോൾ. അതിനുശേഷം ഈ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മഞ്ഞിൽ ഊറുന്ന ഇവിടുത്തെ കുളിർക്കാറ്റിനെ ആവോളം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ മെഡിറ്റേഷൻ ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഏതാണ്ട് 15 മിനിറ്റോളം നിശബ്ദതയിലിരുന്ന് പ്രകൃതിയുടെ ഭംഗിയും പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന പറവകളുടെ കളകൂജനവും ഒക്കെ കേട്ടതിന് ശേഷം ഇനി നാം ട്രെക്കിംഗ് തുടരുകയും ഈ ചെറിയ മല ഇറങ്ങുകയുമാണ്. നമ്മുടെ കൂട്ടത്തിൽ 75 വയസ്സായ സഹയാത്രികരും ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും ഒത്തിരിയേറെ ഉത്സാഹത്തോടെ മലയിറങ്ങുകയാണ്. കാരണം അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഇങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ട് രാവിലെ ഉള്ള ഇളം തണുപ്പും സൂര്യൻ്റെ ഇളം തലോടലും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തോടെ തങ്ങളുടെ യാത്ര തുടരുകയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. സൊറകൾ പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവച്ചും ഇനി എന്തെല്ലാം കാഴ്ചകളാണ്
നമ്മളെ കാത്തിരിക്കുന്നതും എന്നും മറ്റും ചിന്തിച്ചുകൊണ്ടും സന്തോഷത്തോടെ ഉള്ള യാത്രികരുടെ ഈ സഞ്ചാരം നമുക്ക് ഒത്തിരിയേറെ ഊർജം പകരുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ യാത്ര തുടർന്ന് എല്ലാവരും ഇപ്പോൾ തങ്ങളുടെ ഡോർമെട്രിക്ക് അരികിൽ എത്തുകയും ഇവിടെ ഉള്ള മറ്റ് മനോഹര കാഴ്ചകൾ കാണുകയുമാണ്. പ്രഭാതത്തിൽ തന്നെ ഡ്യൂട്ടി ആരംഭിച്ച ഒരു മയിലിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. യാതൊരു പേടിയോ സങ്കോചമോ ഇല്ലാതെ നമ്മെ വരവേൽക്കാൻ എന്നവണ്ണം നമ്മുടെ ഒപ്പം ഇത് സഞ്ചരിക്കുകയും നമ്മുടെ കൂടെ കൂടുകയും ധാരാളം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ നിന്ന് തരികയും ചെയ്ത ഈ മയില് നമുക്ക് ഒരു പ്രത്യേക അനുഭവമാണ് നൽകിയത്. കാരണം നാം സാധാരണ ദൂരെ നിന്നും മയിലിനെ കാണാറുണ്ടെങ്കിലും ഇത്രയേറെ അടുത്ത് മയിലിനെ കാണുകയും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയും ചെയ്യുക എന്നത് ഒരുപക്ഷെ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കാം. അത്രയേറെ നമ്മളോട് ഇണങ്ങിച്ചേർന്ന ഒരു മയിലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതിനെയും കണ്ട് നാം നമ്മുടെ യാത്ര തുടരുമ്പോൾ മരക്കൊമ്പിൽ ഇരുന്ന് വിശ്രമിക്കുന്ന മറ്റൊരു സുന്ദരനായ മയിലിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. കുറേ നേരം നമുക്ക് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് മരത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടി കുറേ കൂടി നല്ല സ്റ്റിൽസ് നമുക്ക് സമ്മാനിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്നും നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കൂട്ടം പുള്ളിമാനുകളാണ് ഇപ്പോൾ ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് വളരെയേറെ അടുത്തെന്നവണ്ണം ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. യാതൊരു പേടിയോ സങ്കോചമോ ഒന്നുമില്ലാതെ നമ്മെ നോക്കി നിൽക്കുകയും ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാൻ അവർ അവസരം ഒരുക്കി തരികയും ഒക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ ഒന്നിന് മെച്ചപ്പെട്ട ധാരാളം മനോഹരമായ കാഴ്ചകളാണ് ഈ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ ഉള്ളത്. ഇവിടെ നിന്നും ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് നാം നമ്മുടെ യാത്ര തുടരുമ്പോൾ നാം പറമ്പിക്കുളത്തോട് നന്ദി പറഞ്ഞ് ഈ മനോഹരമായ ടൂർ നമുക്ക് വേണ്ടി സംഘടിപ്പിച്ച് പാലക്കാട്ടുള്ള സഹചാരി ടൂർസ് ആൻഡ് ട്രാവൽസിനോടുള്ള അഗൈതവുമായ കടപ്പാട് അറിയിച്ചുകൊണ്ട് നാം ഒത്തിരിയേറെ സന്തോഷത്തോടെ ഒത്തിരിയേറെ മധുരിക്കുന്ന ഓർമ്മകളോടെ മടങ്ങുകയാണ് നമ്മുടെ നാട്ടിലേക്ക്.